ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മളുള്ളത് വലിയ പറമ്പ് ഭാഗത്താണ്. അരീത്തോട് റോഡൊക്കെ റെഡിയായി നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ പലതവണ എല്ലാവരും കണ്ടതാണ്. ഇപ്പം നമ്മൾ വലിയ പറമ്പ് ഭാഗത്താണുള്ളത്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ഇതൊക്കെ അവിടെ ഒരു അണ്ടർ പാസിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു അണ്ടർ പാസിങ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഉയരങ്ങളിലേക്കാണ് വരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് ആ ഒരു അണ്ടർ പാസിങ് നേരെ കൊണ്ടുവരുന്നത്. സൈഡിൽ കട്ട വെച്ച് പൊന്തിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. അവിടുന്ന് കട്ട വെച്ച് പൊന്തിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു സൈഡിൽ ആ ബസ്സൊക്കെ വരുന്ന അവിടുന്ന് ഇങ്ങോട്ട് ആ പണി നടക്കുന്ന ഭാഗം ഈ ഒരു സർവീസ് റോഡ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഈ സർവീസ് റോഡ് വഴി ഈ റോഡിലേക്കാണ് നമ്മുടെ വാഹനങ്ങൾ കയറി വരിക. ഇന്നോ നാളെ എന്ന് പറഞ്ഞ പോലെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും സർവീസ് റോഡ് ഈ ഒരു സൈഡിലേക്ക് തിരിച്ച് ഇതുവഴി ഇങ്ങനെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കുകൾ കാണാനെങ്കിൽ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഒരു സർവീസ് റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ ഒരു സർവീസ് റോഡ് ഇവിടെ കയറി വന്നാൽ ഇത് നേരെ നമ്മളെ മമ്പറം റോഡ് ജംഗ്ഷനിലേക്ക് എത്തിപ്പെടും കേട്ടോ. ഈ ഒരു സർവീസ് റോഡ് ഇങ്ങനെ കയറി വരുന്നത് നേരെ ഈ ഒരു പുതിയ സൈറ്റിലൂടെയാണ് ഇനി യാത്ര തുടരുക. നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞ രീതിയിലാണ് വർക്ക് നടക്കുന്നത്. ഏത് നിമിഷവും സർവീസ് റോഡ് റെഡിയായി വാഹനങ്ങൾ തിരിച്ചുവിടും. കാരണം ഇവിടെ ഇച്ചിരി ഗതാഗത തടസ്സങ്ങളോട് കൂടിയാണ് വണ്ടി പോകുന്നത്. ഇനി വർക്ക് നടക്കാനുള്ള സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഈ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട ആ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടക്കുന്നത്. സർവീസ് റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം, ഇവിടെ ഒരു മദ്രസ ഒക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് മദ്രസ. ഇത് എന്തോ ഒരു പേപ്പർ ഇഷ്യൂ കൊണ്ട് പൊളിച്ചിട്ടില്ല, അത് പൊളിച്ച് നീക്കാനുള്ളതാണ്. അപ്പോൾ അത് പൊളിച്ച് നീക്കാത്തത് കൊണ്ട് കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കൂടെ സർവീസ് റോഡ് സെറ്റാക്കണം. കാരണം വർക്കുകൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസ് റോഡ് സെറ്റായാൽ മാത്രമേ വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനുള്ള തകൃതിയായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് ആണ് പൊളിച്ച് മാറ്റാനുള്ളത്. അപ്പോൾ ഇന്നാളിവിടെ ഈ ഫില്ലർ കട്ട് ചെയ്തത് ഇങ്ങോട്ട് മറിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അതിനിടെ എന്തെയോ ഇഷ്യൂസ് വന്നു. അത് താൽക്കാലികമായി വീണ്ടും നിർത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു ബിൽഡിംഗ് കേട്ടോ, ഒരു മദ്രസ ബിൽഡിംഗ് ആണ്. ഇനി നമ്മൾ നേരെ അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു സൈഡിലൂടെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് അവിടെ കുറേ ദൂരെ പോയിട്ട് യൂട്ടൺ അടിച്ചിട്ട് ആ സൈഡിൽ കൂടെ പോകണം. അപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെ കാണിച്ചു തരാം. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പരിമിതികളിലൂടെ വണ്ടിയിൽ ഇരുന്നിട്ടൊക്കെ അയച്ച് ഒരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, മഴ സ്ട്രോങ് കൂടി വരുന്നത്. എന്തായാലും വീഡിയോ എടുക്കാതെ ഇവിടുന്ന് പോകാനും പറ്റില്ല. ഞാൻ ഇതിനായിട്ട് ഈ ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്കുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ സ്ട്രോങ് ആയി വരുന്നുണ്ട്. ബിൽഡിംഗ് ഇവിടെ നിന്ന് കറക്റ്റ് കാണാം. അപ്പം നമ്മളിവിടെ നമ്മളെ ബെൻസിൽ വെയിറ്റ് ചെയ്യാനേട്ടാ. മഴ പെയ്തു തോർന്നു. മഴയത്തും വെയിലത്തും പോകാൻ പറ്റുന്ന വണ്ടിയിലോണ്ട് തിരക്കടില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ KNRCക്ക് മഴ എന്നല്ല, ഒന്നും ഒരു വിഷയമല്ല. തകൃതിയായിട്ട് വർക്കുകൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സൈഡിൽ നിന്ന് കണ്ട സർവീസ് റോഡാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഉയർന്ന സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം അതാണ് കേട്ടോ. ആ ഒരു ഉയർന്ന സ്ഥലം, ആ പുല്ലുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് എടുത്ത് ഈ ഒരു ഭാഗങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതൊക്കെ അതാണ് ആ മദ്രസ ബിൽഡിങ്. വീണ്ടും പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, കറക്റ്റായിട്ട് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഒരു ചിത്രം വരക്കുമ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മാക്സിമം ആ ചിത്രം പറഞ്ഞു തരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരും ഒന്നും ഇതാവണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും അങ്ങേ തലക്കൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ തന്നെ ആ ഒരു മുകളിലൂടെയാണ് ഇനി പോകാനുള്ളത് കേട്ടോ റോഡ്. ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് വർക്കുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലോക്ക് കട്ടകൾ ഫ്ലോർ റെഡിയാക്കി ഫസ്റ്റ് വരി ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓരോ ലൈനിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ വീണ്ടും തകർക്കുന്നു. അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല മഴയാണ്. മഴ പെയ്യട്ടെ, നമുക്ക് അത്യാവശ്യമുള്ളത് മഴ തന്നെയാണ്. എന്തായാലും കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം, അങ്ങേപ്പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. മഴയാണ്.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയ പറമ്പ് അണ്ടർ പാസിങ്ങിൻ്റെ ഏരിയയിൽ ഇതൊക്കെ വർക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള മെയിൻ സ്ലാബും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഗർട്ടറുകൾ എന്നാൽ ഇവിടെ വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ താൽക്കാലികമായിട്ട് ഒരുപാട് കറങ്ങണ്ടെന്നുള്ള രീതിയിൽ ചെറിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരാനുള്ള ഒരു സൗകര്യം KNRC ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇത്രയും ഉയരത്തിലാണ് ഇപ്പോൾ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഉയരത്തിലേക്ക് വർക്കുകൾ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ ഉള്ളത്. കുറേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഉയർന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ തലപ്പാറ പാടത്തിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും ചിലപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ക്ഷമിക്കുക. വണ്ടിയിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളോടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരിതുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് തലപ്പാറയുടെ ഈ അറ്റത്തേക്ക് എത്തിക്കണം. തലപ്പാറൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന ഭാഗങ്ങളാണ്. ആ സർവീസ് റോഡ്, നമ്മൾ വന്ന സർവീസ് റോഡ് ആ ഒരു ഭാഗത്താണ് അവസാനിക്കുന്നത്. ഇതിൽ വന്നിട്ട് മെയിൻ റോഡിലേക്ക് തന്നെ എത്തുകയാണ്. ഇവിടേക്ക് ഇത് അതുപോലത്തെ ഒരു കുന്നായിരുന്നു ഇത്രയും ഭാഗം. ഇത് ഇപ്പോൾ നിലവിൽ മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലമാണ്. ആദ്യം റോഡ് നിന്നിരുന്ന സ്ഥലമാണിത് കേട്ടോ. ആദ്യം റോഡ് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ പറമ്പ് ഭാഗത്താണ് കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ ഭാഗത്താണ്. ഓഡിറ്റോറിയമാണ് ഈ കാണുന്നത്. ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ആദ്യം MCM ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോൾ പുള്ളാട്ട് ഓഡിറ്റോറിയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ കട്ട വെച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ തുടരുന്നത്. ഇവിടെ ഇച്ചിരി ഒരു പ്രയാസപ്പെട്ടുകൊണ്ടാണ് റോഡ് പോകുന്നത്. ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് ഇന്നും നിലയ്ക്കായിട്ട് തുറന്നതാണ്. ഇതുവരെ വലിയ ബുദ്ധിമുട്ടിൽ ആ സൈഡിൽ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പോയില്ല കേട്ടോ. എടുത്ത ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സർവീസ് റോഡിൻ്റെ ആ വർക്ക് നടക്കുന്നുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുവഴി അങ്ങനെ പോട്ടെ. ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇതാണ്. ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം ഇതാ. തലപ്പാറ പാടം ഭാഗങ്ങളാണ് ആ കാണുന്ന ഭാഗം. ഈ ഒരു സൈഡിലുള്ള പോലത്തെ പാറകളുള്ള ഒരു ഏരിയ ആയിരുന്നു. പൊട്ടിച്ച് താഴ്ത്തിയതാണ്. നമ്മളെ വീഡിയോ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. വലിയ പറമ്പിൻ്റെ വിശേഷങ്ങൾ ഒരു പരിമിതിയിലൂടെയാണ് എടുത്തത്. അതുകൊണ്ടാണ്. എന്തായാലും ഉഷാറായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.